إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യപരസ ശാരീരിക മാനസിക മേഖലയിൽ ദീനീപരമായും അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. ഏറെ ബഹുമാനിക്കേണ്ട ആദരവ് നിറഞ്ഞ പവിത്രമായ മുഹറം മാസത്തിലാണ് നാം. ചരിത്ര സംഭവങ്ങൾ ഏറെ പ്രവാചകന്റെ മുമ്പും ശേഷവും ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വിശ്വാസപരമായും കർമ്മപരമായും ഒരുപാട് ശിർക്ക് വിശ്വാസ വിദ്യാർത്ഥികളൊക്കെ ധാരാളം കടന്നു വന്ന വലിയ ഒരു പരീക്ഷണം കൂടി കടന്നു വന്ന ഒരു മാസവുമാണ് മുഹറം മാസം. മുഹറം മാസം പവിത്രമായ മാസമാണ്. അത്ഭുതങ്ങളേറെ സംഭവിച്ചിട്ടുമുണ്ട്. അന്ധവിശ്വാസങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ
ഇതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം ഫിറൗനിന്റെയും ചരിത്രതലം ഗൗരവമായി നിറഞ്ഞ സംഭവങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്തു പറഞ്ഞ ഒരു പ്രവാചകൻ കൂടിയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ജനിച്ച ഉടനെ തന്നെ ഒരു വലിയൊരു രക്ഷപ്പെടലാണ് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്. മുഹറം നോമ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് തന്നെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ജനിച്ചു വീണ സന്ദർഭത്തിൽ തന്നെ വലിയ ഒരു രക്ഷയാണ് നൽകിയിട്ടുള്ളത് എന്നാണ്. ഫിറൗന്റെ അതിക്രൂരമായ ചിന്തയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അനേകം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയും സ്ത്രീകളൊക്കെ ജീവിക്കാൻ അനുവദിക്കുകയും ആണുകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ്. പരിശുദ്ധ ഖുർആൻ ഇത് അൻജൈനാകും മിൻ ആലി ഫിർഔന യസൂമുനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഹും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉൻ മിർ റബ്ബികും അദീം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ആയത്തുകളും അതേപോലെ തന്നെ സൂറത്ത് അറാഫിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെയുള്ള ആയത്തുകൾ ഫിറൗന്റെ ആളുകളിൽ നിന്ന് വലിയ പീഡനങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങളും. അവരുടെ സ്വഭാവം യഖ്തുലൂന അബ്നാഹും, ആൺകുഞ്ഞുങ്ങളൊക്കെ അവർ കൊന്നൊടുക്കുകയും സ്ത്രീകൾക്ക് യസ്തഹ്യൂന നിസാഅകും, അവരിലെ സ്ത്രീകളൊക്കെ ജീവിക്കാൻ അനുവദിക്കുകയും ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന വഫീ ദാലികും ബലാഉൻ മിർ റബ്ബികും അളീം, ആ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾക്ക് വലിയ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ബമ്പിച്ച ഒരു പരീക്ഷണമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. ആ സന്ദർഭത്തിൽ തന്നെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുമ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗനിന്റെ കൊലയിൽ നിന്ന് ഒന്നാമതായി രക്ഷപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മൂസ അലൈഹിസ്സലാം വലുതായി വളർത്തേണ്ടതും അള്ളാഹുവിന്റെ യുക്തിപൂർവം തന്നെ ഏതൊരു ശത്രുവിന്റെ വീട്ടിലാണോ അവനെ ഒതുക്കാനുള്ള പ്രവാചകനെ വളർത്താൻ അത്ഭുതകരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് സാധിക്കും. അത് സാധിച്ചു. അതിന്റെ തെളിവ് കൂടിയാണ് മൂസ അലൈഹിസ്സലാമിന്റെ ഫിറൗന്റെ ചരിത്രം. അവിടെയാണ് അതിരുവിട്ട ഫിറൗന്റെ അടുത്തേക്ക് മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഈ ഫിറൗന്റെ അടുത്തേക്ക് പോ, അവൻ അതിരുവിട്ടിരിക്കുന്നു എന്ന് സൂറത്ത് ദാരിയാത്തിൽ സൂറത്ത് നാസിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാതാക ഹദീസ് മൂസയുടെ വർത്തമാനം സംഭാഷണം നിനക്ക് വന്നെത്തിയിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനിക്കാൻ വേണ്ടി കുറെ സംഭവങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ മറ്റ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു പറയുന്നത് രീതിയും നമ്മുടെ ചരിത്രങ്ങളെ ഒന്നും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് അതുമായൊക്കെ ഒരു വലിയ ബന്ധങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ഈ ചരിത്രത്തിനും വലിയ ബന്ധമുണ്ട് എന്ന് നമ്മൾ ഓർക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഫിറൗന്റെ അടുത്തേക്ക് പോകണം, അവൻ അതിരുവിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവൻ തുകയാണ്, നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതമാണ് അവന്. എന്നിട്ട് ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, അവനോട് പറയണം, നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ എന്ന്, നീ ഒരുക്കമാണോ എന്ന് ചോദിക്കാൻ. വാഹിദിയ കൈലാ റബ്ബിക ഫതഖ്ശാ, നിന്റെ രക്ഷിതാവിലേക്ക് ഞാൻ വഴികാട്ടിത്തരാം, അങ്ങനെ നിനക്ക് അവന് ഭയപ്പെടുകയും ചെയ്യാം എന്ന് മൂസ അലൈഹിസ്സലാമിനോട് ഫിറൗന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. ഫഅറാഹുൽ ആയത്തുൽ കുബ്ര, വമ്പിച്ച എന്നിട്ട് ആ വലിയ ദൃഷ്ടാന്തം മൂസ അലൈഹിസ്സലാം അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ സംഭവം തിരിച്ചു മാറി വരികയാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മനസ്സ് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ അവനക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല
എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളും കൂടിയാണ് ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രങ്ങൾ, ഫിറൗനിന്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതകരമായ മുഅ്ജിസത്തുമായാണ് മൂസ അലൈഹി ഇസ്ലാം ഫിറൗന്റെ അടുത്തേക്ക് ചെന്നത്. ആ വലിയ ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുത്തു. മൂസ അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് കൈ, വടി, അതുപോലെ മറ്റൊരുപാട് 9 ദൃഷ്ടാന്തങ്ങൾ സൂറത്ത് ഇസ്രായിലൂടെ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ് അത്. ഒന്ന് കൈയാണ്, ഒന്ന് വടിയാണ്. നമുക്കറിയാം അതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ ജീവിതത്തിലെ പ്രവാചകനെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മൂസ അലൈഹി ഇസ്ലാം. പിന്നീടുണ്ടായത് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഫിറൗൻ കളവാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവൻ കളവാക്കി, അവൻ അനുസരണക്കേട് കാണിച്ചു. സുമ്മ അദ്ബറ വതവല്ല, അവൻ പിന്തിരിഞ്ഞു. അവൻ പ്രവർത്തിച്ചുകൊണ്ട് ശക്തിയോടുകൂടി അവൻ പിന്തിരിഞ്ഞു പോയി. ഫഹശറ ഫനാദ, എന്നിട്ട് അവന്റെ ആളുകളൊക്കെ ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, അവരോട് ചോദിക്കുകയാണ്, അവന്റെ ജനങ്ങളോട്. അവൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടല്ലോ, ആ സമൂഹത്തിനൊക്കെ ഒരുക്കൂട്ടി വിളിച്ചു പറഞ്ഞാൽ അവൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ അവർക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. അവൻ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോട് ചോദിച്ചു. ഫഖാല, ഫിറൗൻ ചോദിക്കുകയാണ് ആ ജനങ്ങളോട്, അന റബ്ബുക്കുമുൽ അഅല. ഏറ്റവും വലിയ ഗൗരവമുള്ള ധിക്കാരമാണത്. അത് പറഞ്ഞ ആളുകൾ ഫിറൗനിൽ ചേർന്ന് ആരും ഉണ്ടായിട്ടില്ല, അല്ലെ? ലോകത്തിലാദ്യമായി ഞാനാണ് ഈ ലോകത്തിന്റെ അത്യുന്നതനായ റബ്ബ് എന്ന്, ഞാനല്ലയോ നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ്, ഞാനല്ലാത്ത ഒരു റബ്ബ് നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഫിറൗനിന് ശേഷം ആരും ചോദിച്ചിട്ടില്ല. അവായാതി ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിരുവിടല് ഫിറൗൻ വീണ്ടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിച്ചിട്ട് ഒരു മത്സരം അവിടെ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ അറിയപ്പെട്ട ഒരു ദിവസം, നിശ്ചിതമായ ഒരു സമയത്ത് അവന്റെ ജാലവിദ്യക്കാരെയൊക്കെ അവൻ ഒരുമിച്ച് കൂട്ടി. വക്കീല എന്നിട്ട് ചോദിക്കുകയാണ് ലിന്നാസ് ജനങ്ങളോട്, വക്കീല ലിന്നാസ് ജനങ്ങളോട് ഫിറൗൻ ചോദിക്കുകയാണ്, ഹൽ അൻതും മുജ്തമഊൻ, നിങ്ങളൊക്കെ സമ്മേളിക്കുന്നുണ്ടല്ലോ എന്ന്. നിങ്ങൾക്ക് വല്ല ഡൗട്ടും സംശയങ്ങളുണ്ടോ ഒരുമിച്ച് കൂടുന്നതിന്? അവര് പറഞ്ഞ വാക്കെന്താ അറിയോ? ലഅല്ലനാ നത്തബിഉ സിഹറത, ഞങ്ങള് ഈ ജ്യോത്സ്യന്മാരെ പിന്തുടരാം. പക്ഷെ ഒരു ചർച്ച അവർ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഇൻകാനു ഉമ്മുൽ ഗാലിബീൻ, ഈ മായാജാലക്കാര്, ഈ സാഹിറന്മാരാണ് വിജയിക്കുന്നതെങ്കിൽ ഞങ്ങൾ അവരെ പിന്തുടരും. മൂസ നബി ഈ ഫിറൗനിൽ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ ഒരു ഷറത്തോടു കൂടിയാണ് ആ ജനങ്ങൾ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശുആറയിലൂടെ ആ വിഷയം വിശദീകരിക്കുന്നു. പിന്നീട് ഉണ്ടായത് ഫിറൗന്റെ കയ്യിലുള്ള മാജിക്കുകളൊക്കെ അവിടെ പ്രകടിപ്പിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തും അവിടെ പ്രകടിപ്പിക്കപ്പെടുന്ന രംഗമാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഗുലിബു ഹുനാലിക വൻഖലബു സാഗിരീൻ. ആ സന്ദർഭത്തിൽ അങ്ങനെ അവിടെ വെച്ച് അവർ പരാജയപ്പെടുകയും അവർ നിസ്സാരന്മാരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ആ സാഹിറന്മാര് പരാജയപ്പെടുകയും മൂസ അലൈഹിസ്സലാം അതിജയിക്കുകയും ചെയ്തു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങള്, ആ സാഹിറുകള് ചെയ്ത പണി എന്താ അറിയോ? ആ ജാലവിദ്യക്കാര് തന്നെ അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നതായാണ് കാണുന്നത്. അവര് സുജൂദിൽ വീണുപോയി എന്നുള്ളതാണ്. അവർക്കറിയാം ഞങ്ങളെടുത്തുള്ളത് ഒറിജിനൽ അല്ല എന്നുള്ളത്. ഞങ്ങളെടുത്ത് ജാലവിദ്യകൾ മാത്രമാണ്. ജാലവിദ്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യഥാർത്ഥ പടച്ച റബ്ബിൽ നിന്നുള്ള മുഅ്ജിസാത്തിന്റെ മുന്നിൽ പരാജയപ്പെടുന്ന ജാലവിദ്യയെ മാത്രമാണ്. അതുകൊണ്ട് ഇത് യഥാർത്ഥമായ ഒരു മുഅ്ജിസത്ത് തന്നെയാണ്. മൂസ സാധാരണക്കാരനല്ല എന്നവർക്ക് മനസ്സിലാകുന്നു. ഉടനെ അവർ പ്രഖ്യാപിക്കുന്നു, ഖാലു ആമന്നാ ബിറബ്ബി മൂസ. ഖാലു, അവർ ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിക്കുന്നു. ആ രക്ഷിതാവ് ആരാണെന്നറിയോ? റബ്ബി മൂസ വ ഹാറൂൻ. മൂസയുടെയും ഹാറൂനായ ലോകരക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിക്കുന്നു എന്ന് മൂസ നബിയെ വെല്ലുവിളിക്കാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടി ഫിറൗൻ കൊണ്ടുവന്ന ആ
സാഹിറുകൾ, ജാലവിദ്യക്കാര് അവിടെ ഇസ്ലാമിലേക്ക് വരെയാണ്, മുസ്ലിമായി തീരുകയാണ്. അവിടെയാണ് പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെ. ഈ മുസ്ലിമീങ്ങളായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സത്യവിശ്വാസികളായ സാഹിറിനെയും ഫിറൗനെ ധിക്കരിക്കുകയും മൂസാ നബി ഇസ്ലാമിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവരൊക്കെ ഫിറൗൻ കൊന്നൊടുക്കുന്ന അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി നൽകുകയാണ് അവരുമായി പോകാൻ. മൂസാ അലൈഹി സ്വലാമിന്റെ ആളുകളുമായി അല്ലാഹു ഇലാ മൂസാ അലൈഹി സ്വലാത്തു മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു വഹി നൽകി അൻ യഖ്റുജ ബിൽ മുഅ്മിനീന ഫിറാറ മിൻ ആദി ത്വാ, ഈ അതിക്രമിയുടെ അധികാരിയുടെ ഇടയിൽ നിന്ന് നിന്റെ ആളുകളുമായി മൂസ നീ ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ്. മൂസാ അലൈഹി സ്വലാം ഇറങ്ങിപ്പോവുകയാണ്, അവരെയും കൊണ്ട് ഓടിപ്പോവുകയാണ്. അപ്പോ ആ സന്ദർഭത്തിലാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഫിറൗവിന്റെ ആളുകള്, ഫിറൗവിന്റെ കൂട്ടരും മൂസാ അലൈഹി സ്വലാമിനെയും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെയുള്ള അനുയായികളെയും പിടിക്കാൻ വേണ്ടി വരികയാണ്. മുന്നിൽ കടല്, പിന്നിൽ ശത്രുക്കൾ. നിർണായകമായ ഒരു രംഗമാണ്. രണ്ടു നിലക്കും ജീവിതം അപകടപ്പെടുന്ന രംഗമാണ്. ഫിറൗവിന്റെ കയ്യിൽ കിട്ടിയാലും ഒരുപാട് ക്രൂരമായ അറിവ് കണ്ട് മടുത്തോടി വരുന്നവരാണ്. വ്യത്യസ്ത രീതിയിലായിരുന്ന ഫിറൗവിന്റെ വധങ്ങളൊക്കെ. വലത് കൈ വെട്ടുമ്പോൾ ഇടത് കാല് വെട്ടുക, ഇടത് കൈ വെട്ടുമ്പോൾ വലത് കാല് വെട്ടുക. വ്യത്യസ്ത മേഖലയിൽ മനുഷ്യനെ ക്രൂശിച്ച് കൊന്നു കളയുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ആളാണ് ഫിറൗൻ. അങ്ങനെയായിരുന്നു അവൻ ചെയ്തിരുന്നത്. എന്തായിരിക്കും നമ്മളെ വലത് കൈയും നമ്മുടെ ഇടത് കാലും കൂടി ഒന്നില്ലാത്തൊരു രംഗം നിങ്ങളൊന്ന് മടക്കി പിടിച്ചിട്ട് ഒറ്റക്കാലിൽ നിന്നൊന്ന് പരീക്ഷിച്ചു നോക്കി ആ മനുഷ്യന്റെ ബാലൻസിനെ കുറിച്ച്. അപ്പൊ എത്രയായിരിക്കും? പിന്നെ മറ്റേ കാല് വെട്ടുന്നു, പിന്നെ മറ്റേ കൈ വെട്ടുന്നു, പിന്നെ താഴെ വീഴുന്ന രംഗം ക്രൂരമായി കൊന്നൊടുക്കിയിരുന്നു ഫിറൗൻ. ആ രംഗം മനസ്സിൽ ഓർക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹം മൂസാ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, വിശ്വസികളായ ആളുകൾ, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂ. രണ്ടു കൂട്ടരും കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ മൂസാ നബിന്റെ ആളുകൾ മൂസാ നബിയോട് ചോദിക്കുകയാണ്, നമ്മൾ പിടിച്ചുപോയല്ലോ, പിടിക്കപ്പെട്ടു പോയല്ലോ, ഇനി രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ, മുന്നിൽ കടലാണ്, ചാടി മരിക്കേണ്ടി വരും, ചാടാതെ നിന്നു കഴിഞ്ഞാൽ ഫിറൗൻ കൊന്നൊടുക്കുകയും ചെയ്യും. ആ സന്ദർഭത്തിലാണ് തവക്കുലിന്റെയും ഈമാനിന്റെയും കഠിനമായ വാചകം മൂസാ അലൈഹി ഇസ്ലാമിന്റെ നാവിലൂടെ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നത്. വിശ്വാസികൾക്ക് ഏത് നിർണായക നിമിഷങ്ങളിലും ഉണർവ് നൽകുന്ന വാക്ക്. ഏത് രംഗങ്ങളും പിടിക്കപ്പെടുമെന്നും പരാജയപ്പെടുമെന്നും കരുതുമ്പോൾ ഇല്ല, ഒരു വിശ്വാസി അങ്ങനെ പരാജയപ്പെടുകയില്ല, പെടുത്തുകയില്ല. മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഖല്ല, അങ്ങനെയല്ല, ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. പിന്നിലേക്ക് തിരിഞ്ഞോടാൻ വഴിയില്ല, മുന്നിലേക്ക് ഇറങ്ങിപ്പോകാൻ കടലുമാണ്. ഒരു വാഹനം, ഒരു കപ്പലോ ഒരു വഞ്ചിയോ കയറി സഞ്ചരിക്കാനില്ലാത്ത രംഗത്ത് എന്തൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആ വാക്ക് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടലിൽ അടിക്കാൻ കയ്യിലുള്ള ആ ഒരു ശക്തിയേറിയ മുഅ്ജിസത്തിന്റെ വെടികൊണ്ട് അടിക്കാൻ വേണ്ടി പറയുകയാണ്. ആ വടികൊണ്ട് അടിക്കാൻ, ബഹറിനടിക്കാൻ വേണ്ടി പറയുകയാണ്. അടിച്ചു. രണ്ട്. അപ്പോൾ ആ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി, ബോധനം നൽകി, നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കുകയെന്ന്. മൂസാ അലൈഹി സ്വലാം അടിച്ചു. ഉടനെ എന്താ ഉണ്ടായത്? ആ കടലിലടിച്ചു. അങ്ങനെ അത് രണ്ട് പിളർപ്പായി മാറി നിൽക്കുകയാണ്. രണ്ട് പാറക്കെട്ട് പോലെ, മതിൽ പോലെ, പർവ്വതങ്ങൾ പോലെ തിരമാലകൾ മാറി രണ്ട് മതിലായി മാറുന്ന അവസ്ഥയാണ് അവിടെ കണ്ടത്. മൂസാ നബി അലൈഹി സ്വലാം കൂടെയുള്ളവരും മൂസയെയും മൂസയുടെ കൂടെയുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഇതാണ് മുഹറത്തിന്റെ ഏറ്റവും വലിയ സംഗതി. മൂസാ അലൈഹി സ്വലാം ജനങ്ങളോട് പറഞ്ഞു,
എന്താ പറഞ്ഞത്? അസാ റബ്ബുക്കും കാല അസാ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് ആയേക്കാം അൻ യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കാം. സമാധാനമുള്ള വാക്ക്. വയസ്തഖ്ലിഫകും ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം നൽകിയേക്കാം. ഫയൻദുറ കൈഫ കാന തഅമലൂൻ, എന്തിനാണെന്നറിയോ? നിങ്ങൾ പിന്നീട് എന്താ ചെയ്യാന്ന് നോക്കാൻ. വലിയൊരു രക്ഷപ്പെടൽപ്പെട്ടു, പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് വിജയം നൽകി. ആ സന്ദർഭത്തിൽ നിങ്ങൾ ആഹ്ലാദിക്കാനാണോ, നന്ദികേട് കാണിക്കുന്നവനാണോ, നന്ദിയുള്ളവരായി ജീവിക്കുകയാണോ എന്ന് നോക്കുവാൻ വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിജയവും നൽകുന്നത്. ഏതൊരു സന്ദർഭത്തിലും വിശ്വാസികളെ, ഏതൊരു ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും നമുക്കും അനുഭവപ്പെടുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. മരണം മുന്നിൽ കാണുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും രോഗമായി മറ്റുള്ളതായി വരുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ റബ്ബിനെ കുറിച്ചൊരു വലിയ വിചാരങ്ങളും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇനി നേരെ മാർഗത്തിൽ സഞ്ചരിക്കും എന്നൊക്കെ നമ്മളെ മനസ്സിൽ വല്ല സന്ദർഭങ്ങളിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ് ഓരോ രക്ഷപ്പെടുത്തലിനും പിന്നിൽ നിങ്ങൾ എന്ത് പ്രവർത്തിക്കും എന്ന് നോക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹിസ്സലാമിന്റെയും ഫിറൗനിന്റെയും ചരിത്രം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതൊരു ചരിത്രമായി കേൾക്കാതെ അതിൽ നിന്ന് ഞാനും നിങ്ങളും എന്ത് ഗുണപാഠം ഉൾക്കൊള്ളുന്നു എന്നതും കൂടി ഒരു തിരിച്ചറിവിന്റെ ആവശ്യമുണ്ട്. ആ സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. പരീക്ഷണങ്ങൾ നിരന്തരമായി നമ്മളെ തേടി വരുന്ന കാലഘട്ടത്തിലാണ്. അവിടൊക്കെ നമ്മൾ ക്ഷമ പാലിക്കേണ്ടടുത്ത് ക്ഷമ പാലിച്ചിരിക്കണം, ശുക്ർ ചെയ്യേണ്ടവിടത്ത് ശുക്ർ ചെയ്തിരിക്കണം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നന്ദി കാണിക്കുന്നത്. അത് യഹൂദികളായിരുന്നു നന്ദി കാണിച്ചിരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവിടെ അശൂറാവിന്റെ നോമ്പ് നോൽക്കുന്നത് കണ്ടു. സ്വാഭാവികമാണ്. ആ നോമ്പ് കണ്ടപ്പോൾ, യഹൂദികൾ നോക്കുന്നത് കണ്ടപ്പോൾ, നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദൽ യൗമുൽ ലദീ തസൂമുനഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാരായ യഹൂദികളോട് ചോദിച്ചു, ഇത് എന്താണ് ഈ നോമ്പ്? ഈ ദിവസം നിങ്ങൾ അനുഷ്ഠിക്കുന്ന എന്ത് നോമ്പാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ വാക്ക് ഫഖാലു ഹാദാ യൗമുൻ അളീം, ഇതൊരു വമ്പിച്ച ദിവസമാണ്, ആശൂറ ദിവസം. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, മൂസയെയും മൂസയുടെ കൂടെയുള്ള ജനതയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഒരു വല്ലാത്ത ദിവസമാണല്ലോ. വഗറക ഫിർഔന വഖൗമഹു, ഫിറൗനും ഫിറൗനിൽ മാത്രം വിശ്വസിക്കുന്നതായ സത്യനിഷേധികളായ ആളുകളെയൊക്കെ അള്ളാഹു മുക്കിക്കൊന്ന ദിവസവുമാണ്. രണ്ട് സംഗതികളാണിത്. വിശ്വാസികൾക്ക് വിജയവും അവിശ്വാസികൾക്ക് പരാജയം കൂടി സംഭവിക്കുമ്പോൾ എന്തായിരിക്കും? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ബദർ പോലെ അല്ലേ? അതാണ് ഫസാമഹു, അവിടെ അവര് നോറ്റു. മൂസ ശുക്രാ, അവര് ശുക്രിന് വേണ്ടി, നന്ദിക്ക് വേണ്ടി അവര് നോമ്പനുഷ്ഠിച്ചു. മൂസ നോമ്പനുഷ്ഠിച്ചു. ഫനഹ്നു നസൂമു, ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു. അവിടെയാണ് വിഷയം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസ മിൻകും, ഞങ്ങൾക്കാണ് നിങ്ങളെക്കായും മൂസയോട് ബന്ധം കൂടുതലായിട്ടുള്ളത്. തിരിച്ചറിവാണത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യഹൂദികളെക്കാളും ഏറ്റവും അടുത്ത ബന്ധം ആർക്കാണുള്ളത്? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കുമാണ്. അതുകൊണ്ട് ഫസാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസിയാമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് നോൽക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അസ്സലാത്തു അഫ്ളലു
അയ്യു സ്വലാത്തു അഫ്ളലു ബഅദൽ മക്തൂബ, ഏത് നമസ്കാരമാണ് ഫർദ് നമസ്കാരത്തിന്റെ ശേഷം ശ്രേഷ്ഠമായ നമസ്കാരം? വഅയ്യു സിയാം അഫ്ളലു ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണെന്ന് ചോദിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അഫ്ളലു സ്വലാ ബഅദ സ്വലാത്തിൽ മക്തൂബത്തി അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ 1/3 സന്ദർഭത്തിൽ എണീറ്റ് നമസ്കരിക്കുന്ന നമസ്കാരമാണ് 5 നേരത്തെ ഫർദ് നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന നമസ്കാരം എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചോദ്യം 2 കാര്യമാണ്. ഒന്ന് ശ്രേഷ്ഠമായ നമസ്കാരവും ഒന്ന് ശ്രേഷ്ഠമായ നോമ്പുമാണ്. അതിന് രണ്ടിനും വലിയ മഹത്വങ്ങളുണ്ട്. കാരണം രാത്രിയിലെ നമസ്കാരം എന്ന് പറഞ്ഞ റഹ്ബു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളുടെ ഒരു ചര്യയാണ്. സ്വാലിഹാകാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ മാർഗമില്ല. അതുകൊണ്ട് നമ്മൾ ഫർളായ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നതിന്റെ അപ്പുറം നമ്മളൊരു നല്ല കർമ്മം നിർവഹിക്കാൻ, ഏറ്റവും അഫ്ളലായ നമസ്കാരം നിസ്കരിക്കുവാൻ വേണ്ടി ഒന്ന് സമയം കറക്റ്റ് ചെയ്ത് അലാറം വെച്ച് എണീച്ചുകൊണ്ട് ആ സമയമൊന്ന് ഉപയോഗപ്പെടുത്തുമ്പോൾ വർഷത്തിൽ കിട്ടുന്ന ഒരു ആശൂറാവ് നോമ്പ് പോലെയല്ല എല്ലാ ദിനങ്ങളിലുമുള്ള ഈ ജൗഫുൽ ലൈലിലെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയും ഒന്നാനാകാശത്തിൽ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാനും ചോദിക്കുന്നവർക്ക് നൽകുവാനും ആവശ്യപ്പെട്ട് കാത്തിരിക്കുന്ന സന്ദർഭമാണ്. അനേകം കാര്യങ്ങൾ ചോദിക്കാനും അനേകം പാപങ്ങൾക്ക് പാപമോചനം തേടാനുമുള്ളവർ കിടന്നുറങ്ങിയാൽ വിശ്വാസികളെ എവിടുന്ന് ലഭിക്കും ഇത്? ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തെ ചോദിച്ചത് വഅഫ്ളലു സിയാം ബഅദ ശഹ്രി റമളാൻ, അതിന് മറുപടി പറഞ്ഞത് സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസം, അള്ളാഹുവിന്റെ മാസമെന്ന മാസമായ മുഹറം മാസം. മുഹറം എന്ന് പറഞ്ഞ പവിത്രമായ മാസം. ആ അള്ളാഹുവിന്റെ പവിത്രമായ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ഈ ആശൂറ നോമ്പുമാണ്. ഈ നോമ്പ് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. നമുക്കതിനുള്ള മഹത്വമുണ്ട്. അതിന്റെ പ്രതിഫലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയ നമ്മുടെ പാപങ്ങൾ, കഴിഞ്ഞുപോയ ചില ഹദീസുകൾ ഒരു വർഷത്തെ എന്നൊക്കെ കാണാൻ കഴിയും. ഇവിടെ കഴിഞ്ഞ പാപങ്ങൾ എന്ന് പറഞ്ഞു. അത് ചെറിയ പാപമായിട്ടാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമ താസിയ, ആ മുഹറത്തിലെ 9ാമത്തെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫലൻ യഅതിൽ ആമിൽ മുഖ്ബില, അടുത്ത വർഷത്തെ ജീവിക്കാൻ, അത് സ്വീകരിക്കാൻ പ്രവാചകൻ ഹത്താ തൂഫിയ, മരണം വരെ ബാക്കിയുണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് 9 നോക്കാം, 10 നോക്കാം. ഇനി 9 നോൽക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അത് 11 നോൽക്കാം. ഖാലിഫുൽ യഹൂദി എന്നാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ, ഇളാഫത്ത് ചെയ്ത് പറയുന്ന മാസം. വേറെ 12 മാസങ്ങളിൽ ഒറ്റ മാസം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാസത്തെ അങ്ങനെ അള്ളാഹുലേക്ക് ചേർത്തു. മസാജിദുള്ള, അള്ളാഹുവിന്റെ പള്ളികളൊക്കെ പള്ളി അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്നത് പോലെ. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഒട്ടകത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കൊടുത്ത് നാക്കത്തുള്ള, അത് അള്ളാഹുവിന്റെ ഒട്ടകമാണെന്ന്. ആ ജനങ്ങൾക്ക് പരീക്ഷണമായി ഒരു ഒട്ടകത്തെ പാറ പിളർന്നുകൊണ്ട് കടന്നു വന്നൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് നാക്കത്തുള്ള. അതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിന് മഹത്വമുണ്ട്.
അതിനവിടെ അറുകൊല ചെയ്തു. അതിന്റെ ഭാഗം അവരനുഭവിച്ചു. പള്ളിയിൽ ആരെന്ത് അള്ളാഹുവിന്റെ ഭവനം, ആ പള്ളിയിൽ ആരെന്ത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഭവനത്തിൽ പിന്നെ ഏതൊരു രീതിയിലുള്ള അതിക്രമങ്ങളും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ആ രീതിയിൽ തന്നെ ലഭിക്കും. അതേപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസം പവിത്രമായ മാസത്തിലെ ചെയ്യേണ്ടതല്ലാത്ത ഒരു പ്രത്യേകമായ ഒരാചാരങ്ങളും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, മുത്തനബി പഠിപ്പിച്ചിട്ടില്ല. നോമ്പല്ലാതെ വിശ്വാസപരമായും കർമ്മപരമായും ആശൂറായിന്റെയും താസുആയിന്റെയും നോമ്പല്ലാത്ത ഒരു നോമ്പും ദീനുൽ ഇസ്ലാമിന്റെ ഈ പവിത്ര മാസത്തിൽ അള്ളാഹു അതല്ലാതെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്ന റാഫിദിയാക്കൾ, ഷിയാക്കളുടെ ഒരുപാട് വിഭാഗങ്ങളിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ്. അവരൊരുപാട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ആ ഒരു സംഭവവുമായി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ ദീനിൽ അനേകമായിരം പ്രശ്നങ്ങൾ ആ ദീനിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അവരൊന്നിച്ച് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് ചെയ്യുന്നതുണ്ട്. അതും റാഫിദിയാക്കൾ നോമ്പനുഷ്ഠിക്കും. പക്ഷെ അത് തന്നെ അവർ പറയുന്നത് ശുക്രു വൽ അസ്ൻ, ദുഃഖത്തിനും നന്ദിക്കുമായിട്ട് മൂസാ അലൈഹി ഇസ്ലാമിന്റെ രക്ഷപ്പെടത്തിന് വേണ്ടിയിട്ട് അവർ നോമ്പനുഷ്ഠിക്കുന്നു. അതേ നോമ്പ് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടത് ആ ദുഃഖത്തിനുമായി ചേർത്തിട്ട് രണ്ടിനും കൂടി അവർ ആ വിശ്വാസത്തോടുകൂടി റാഫിദിയാക്കൾ നോമ്പനുഷ്ഠിക്കുന്നു. ഷിയാക്കൾ ഒരുപാട് കാര്യങ്ങൾ മാർത്തടിക്കുകയും പൊട്ടിക്കരയുകയും ഒരുപാട് അനാചാരങ്ങൾ, ദുഃഖത്താൽ മുഖത്തടിക്കുക, മാന്തി പൊളിക്കുക, മാറിടം കീറുക, കരയുക, അലറുക, ശരീരത്തിലെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുക, ഇതൊക്കെ അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. രക്തം ചിന്തുക. കുട്ടികളും വലിയവരും റോട്ടിലിറങ്ങിയിട്ട് കഴിഞ്ഞുപോയ കഥകളൊക്കെ എണ്ണിപ്പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ വായിച്ചിട്ട്, കെട്ടുകഥകളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള സംഗീതം പോലുള്ള മ്യൂസിക് കലർന്നതൊക്കെ ഇട്ടിട്ട് കൊണ്ടിട്ട് ഇങ്ങനെ ശരീരത്തിലടിച്ച് ചോര ഒലിപ്പിച്ചു പോകുന്ന ദിവസങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. തനിച്ച നിശ്ചിതമായ അല്ലാഹു പ്രവാചകനെ പഠിപ്പിച്ച ഹറാമുകൾ മാത്രം ചെയ്യുന്നത് പവിത്രമായ മാസത്തിന്റെ സർവ പവിത്രതയും വിലവെക്കാതെ, അതിനൊരു മാന്യതയും കൽപ്പിക്കാതെ, പവിത്രതയും കൽപ്പിക്കാതെ കാട്ടിക്കൂട്ടുന്ന ഒരു രംഗം നമുക്കിന്ന് കാണാൻ കഴിയും. അവരിൽ നിന്ന് കടന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറമല്ലാഹു അലൽ മയ്യിത്ത്, മയ്യത്തിന്റെ പേരിൽ അലമുറയിട്ട് കരയുന്നത് നബി നിരോധിച്ച കാര്യമാണ്. അതേപോലെ മാറുകീറല്, മുഖത്തടിക്കല്, ഇതൊക്കെ ജാഹിലിയ കാലത്തുള്ളതാണ്. അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ് വശക്കൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള പറഞ്ഞു കരച്ചിലും അതേപോലെ മാറിടം കീറലും അതേപോലെ മുഖത്തടിക്കലൊക്കെ അവരൊന്നും അങ്ങനെ പ്രവർത്തിക്കുന്നവരൊന്നും നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറയുമ്പോൾ അവരൊന്നും മുസ്ലിമീങ്ങളിൽപ്പെട്ടവരല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. പ്രവാചകനിൽപ്പെട്ടവരല്ലെങ്കിൽ പിന്നെ അവർ ഏതിലപ്പെടുക? ഇതൊക്കെ നമ്മുടെ വീട്ടിലും നാട്ടിലും മരണങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റു മതവിശ്വാസികളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് മരിച്ചു കിടക്കുന്ന മയ്യത്തിന് ശിക്ഷ വർദ്ധിപ്പിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ളൂ, ഇന്നലെ ചായ വാങ്ങി കുടിച്ചിട്ടുള്ളൂ, അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് കരയുന്ന രീതിയിൽ മുസ്ലിം വീടുകളിൽ വരെ കടന്നു അലമുറയിട്ട് കരയാം. ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങി പോകുന്നത് പോലും അറിയാതെ ഉരുണ്ടു മറിഞ്ഞ് കരയുന്ന രീതികൾ, ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? യുവാക്കളുടെ സയ്യിദുൽ ശബാബ്, യുവാക്കളുടെ നേതാവാണ് സ്വർഗത്തിൽ എന്നാണ്. ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബ അഹ്ലിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഹസനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് എന്ന്. ആ സ്വർഗത്തിലേക്ക് പോയ അവരെ കുറിച്ചാണ് ഈ കാട്ടിക്കൂട്ടുന്നത്.
ഒരു മരണ ദുഃഖാചരണം പറഞ്ഞ ഇസ്ലാമിൽ ഒരു സ്ത്രീയെ കുറിച്ച് ഭർത്താവ് മരണപ്പെട്ട 130 ദിവസം അവൾക്ക് ഇരിക്കാന്ന് വെച്ചാൽ ഒരു അനാചാരങ്ങളും അവൾക്ക് പാടില്ല. ഒരു മറ്റ് ആരാവട്ടെ, ബാപ്പയാകട്ടെ, മകനാകട്ടെ, ഭാര്യ അല്ലാത്തവർക്കൊക്കെ 3 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ദുഃഖാചരണമില്ല. അതുപോലും ഈ രീതിയിലുള്ള ഒന്നുമില്ല. അവർക്ക് വേണ്ടി പാപമോചനം തേടാനുള്ള എല്ലാം കടന്നു വന്നത് ഈ വിഭാഗത്തിൽ നിന്നാണ്. തന്നെയുമല്ല, ഈ റാഫിദിയാക്കളും ഈ ഷിയാക്കളൊക്കെ സഹാബികളെ ലഅനത്ത് പറയുന്ന ആളുകളാണ്. അവരിൽ നിന്ന് കടന്നു വന്നതാണ് ഈ കടമെടുത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്താണ് അവരൊക്കെ ചെയ്തു കൂട്ടുന്നത്? അവര് മുആവിയ റളിയല്ലാഹു അൻഹു നമുക്ക് ഉദ്ധരിക്കുന്ന മുആവിയയെ കുറിച്ചും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ അവർ പറയുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ്. അത് മിമ്പറിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന പരിശുദ്ധ ഖുർആൻ നബിയുടെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത്. ആ നമ്മളെ നാവിൽ കൊണ്ട് ആ വാക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ളത് ആയിഷ ബീവിയെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് അവരുടെ മാതാവല്ലാന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്കത് പറയാൻ കഴിയോ? അത് ആയിഷ ബീവിയെ പറ്റി പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലാ തസ്ബു അസ്ഹാബി, നിങ്ങളാരും തന്നെ എന്റെ സഹാബികളെ ചീത്ത വിളിക്കരുത്. ലാ തസ്ബു അസ്ഹാബി, വീണ്ടും ആവർത്തിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സഹാബികളെ നിങ്ങളെ ചീത്ത വിളിക്കരുത്. ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദ് ദഹബൻ, നിങ്ങളിൽ ആരെങ്കിലും തന്നെ ഒരു ഉഹദ് പർവ്വതത്തോളം സ്വർണം ദാനം ചെയ്താൽ മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫു, അവർ കൊടുക്കുന്ന ഒരു മുദ്ദിനോ അരസായിനോ വിലയുണ്ടാവുകയില്ല. നിങ്ങൾ ഒരു ഉഹദ് പർവ്വതത്തിന്റെ കണക്കിലുള്ള ദാനം. അത്ര ശ്രേഷ്ഠത സഹാബികൾക്ക് ഈ ഇസ്ലാമിലുണ്ട്. അവരെയാണ് ചീത്ത വിളിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് നമ്മുടെ നാടുകളിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പേരിട്ടുകൊണ്ട് അഹ്ലുൽ ബിദ്അത്ത് വൽ ഖുറാഫാത്തുകൾ നടത്തിവിടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരിൽ നിന്ന് കടമെടുത്താൽ ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കാത്തത് ഒക്കെ മുഹറം 10 കഴിയട്ടെ എന്നവര്. ഒന്ന് മുഹറം 1 ചെയ്തൊരു മുസ്ലിമിനെ കാണിച്ചു തരാൻ പറ്റുമോ? മുഹറം 2 കല്യാണം നിശ്ചയിച്ചവരെ കാണിക്കാൻ പറ്റുമോ? മുഹറം 3 വീട് ഉദ്ഘാടനം ചെയ്തവരെ പറ്റി പറയാൻ പറ്റുമോ? മുഹറം 4 കച്ചവടം ഉദ്ഘാടനം ചെയ്തവരെ പറ്റി പറയാൻ പറ്റുമോ? ഒരു കല്യാണം നടത്തിയവരെ കാണാൻ കഴിയില്ല. നമ്മളിലുണ്ട് ആ വിശ്വാസങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. വർഷങ്ങളേറെയായി നമ്മൾ മിമ്പറുകളിൽ നിന്ന് ഈ ദുരാചാരങ്ങൾക്കെതിരെ ഖുതുബ പറയാനും കേൾക്കാനും തുടങ്ങിയിട്ട്, എന്നിട്ടും നമുക്ക് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാലും എല്ലാവരും നമുക്ക് ആ വിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിലും ശരി മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്താണ് അതിനർത്ഥം? നമുക്കൊന്നും ആ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ശരി മുഹറം 10 കഴിഞ്ഞോട്ടെ. അപ്പൊ കഴിയാൻ കാത്തിക്കരുത്, അതിന്റെ മുമ്പ് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. മുഹറം 1 യാത്ര ചെയ്തവനാണ്. അതൊക്കെ മാതൃകവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ എന്താണോ രേഖപ്പെടുത്തിയത് അത് വിശ്വാസം കൊണ്ട് തകർക്കാനുള്ളതല്ല. ഈ ലോകത്ത് നിശ്ചയിക്കപ്പെട്ട ജീവിതം അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ശരിക്കും ദീനനുസരിച്ച് ജീവിച്ച് അതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സത്യവിശ്വാസിയായി ജീവിച്ചു മരിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരും. അവസാനമായി അള്ളാഹു റസൂലിന്റെ ഒരു താക്കീത് നമ്മൾ ഓർക്കുക. ജനങ്ങൾക്കൊരു കാലം വേണം. അവന്റെ ദീനിൽ അവൻ ക്ഷമിച്ചു കഴിയുന്നവനാണ്. ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെയാണ് അവർക്ക്. ദീനിന്റെ ഒരു കാര്യം പറയാൻ അവർക്ക് സാധ്യമല്ല. ദീനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയാത്തൊരു കാലം വരുന്നു. ആ ഒരു എത്ര സെക്കൻഡ് ഒരു തീക്കട്ട ഒരു മനുഷ്യന്റെ കയ്യിൽ പിടിക്കണം? ഒരു സെക്കൻഡ് പോലും പിടിക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല. വിശ്വാസമനുസരിച്ച്, ഖുർആനനുസരിച്ച്, സുന്നത്തനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു പ്രയാസം നിറഞ്ഞൊരു കാലം നിങ്ങൾക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ ഒരു പരീക്ഷണങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ തേടി വരുന്ന മുസീബത്തുകൾ അല്ലാഹു വഴിമാറ്റുമാറാകട്ടെ. നമ്മളെ പോരായ്മകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ
എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ശാരീരിക മാനസിക സാമ്പത്തിക മേഖലയിലൊക്കെ വന്നുപോയതൊക്കെ കൊടുത്തു തീർക്കാനും പാപമോചനം തേടാനും പാപമോചനം ലഭിക്കുന്നവരും അല്ലാഹു ചേർക്കുമാറാകട്ടെ. നമ്മളെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. രോഗക്കട്ടിലുകളിൽ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر المسلمين في كل مكان وانصرنا على القوم الكافرين. ربنا